ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അലോഹങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് നോൺ മെറ്റൽസ്? നോൺ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അലോഹങ്ങൾ മികച്ച വൈദ്യുത ചാലകങ്ങളാണ്. ജനറലി നോൺ മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. സാധാരണയായി അലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കാറില്ല. നോൺ മെറ്റൽസ് ആർ ഇലക്ട്രോപോസിറ്റീവ്. അലോഹങ്ങൾ ഇലക്ട്രോപോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. നോൺ മെറ്റൽസ് ഹാവ് ഗ്രേറ്റർ അഫിനിറ്റി ടുവേഴ്സ് ഇലക്ട്രോൺ. അലോഹങ്ങൾക്ക് ഇലക്ട്രോണുകളോട് താല്പര്യം വളരെ കൂടുതലാണ്. വി ഡിസ്കസ് വാട്ട് ഈസ് ദ ബിഹേവിയർ ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. മെറ്റൽസ് ആർ നമുക്കറിയാം എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് ആൾസോ. ഈ രണ്ട് കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി നല്ല കണ്ടക്ടേഴ്സ് ആണ് മെറ്റൽസ്. ബട്ട് നോൺ മെറ്റൽസ് ആർ നോട്ട്. എക്സെപ്ഷൻ കേസുള്ളത് ഗ്രാഫൈറ്റ് മാത്രമാണ്. ഗ്രാഫൈറ്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അലോഹങ്ങൾ ഒന്നും തന്നെ മികച്ച ചാലകങ്ങളല്ല. അതുകൊണ്ട് അലോഹങ്ങൾ മികച്ച വൈദ്യുത ചാലകങ്ങളാണ് എന്ന് പറയുന്ന ഈ പ്രസ്താവന തെറ്റാണ്. അടുത്തത്, ഈ പ്രസ്താവന തെറ്റായതോടുകൂടി ഓപ്ഷൻ നമുക്ക് രണ്ട് ഓപ്ഷനിലേക്ക് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഒന്ന് എ പറയുന്നുണ്ട് ഇവിടെ തെറ്റാണെന്നുള്ളത്, 3 എയും പറയുന്നുണ്ട് തെറ്റാണെന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം. അലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ് എന്ന് പറയുന്നു. നേരെ മറിച്ച് ലോഹങ്ങളാണ് ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം കാണിക്കുന്നത്. ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ്, അതായത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ ഉള്ള സാധ്യത ലോഹങ്ങൾക്കാണ്. എന്നാൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളാണ് ആര്? അലോഹങ്ങൾ. അലോഹങ്ങൾക്ക് ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ താല്പര്യം കൂടുതലാണ് എന്നുള്ള പ്രസ്താവന ശരിയാണ്. അതായത് ഈ പ്രസ്താവനയിൽ എയും സിയും എന്താണെന്ന് തീരുമാനിച്ചിരിക്കുന്നു, തെറ്റാണ് തീരുമാനിച്ചിരിക്കുന്നു. Therefore this is the option. Also malleability and ductility and so many properties have metal, but that properties are not ഫൈൻഡ് ഇൻ നോൺ മെറ്റൽസ്. മാലിബിലിറ്റിയും ഡക്റ്റിബിലിറ്റിയും ഒക്കെ ഈ നോൺ മെറ്റൽസ് കമ്മിയാണ്. നോൺ മെറ്റൽസ് അധികവും ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ അട്രാക്ഷൻ ഫോഴ്സിൻ്റെ കമ്മി കാരണം പൊടിഞ്ഞു പോകുന്നവയാണ് അധിക നോൺ മെറ്റൽസും. എന്നാൽ മെറ്റൽസ് എന്താണ്? അത് പൊടിഞ്ഞു പോകാതെ നിലനിൽക്കുന്നവയാണ് മെറ്റൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സൂചകമാണ് എന്ന് ഉപയോഗിക്കുന്നു. ദ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഫൗണ്ട് ഇൻ അവർ ഹോം ഈസ് കോമൺ സാൾട്ട്, കടിയുപ്പ്, സോഡിയം ക്ലോറൈഡ്, ടർമറിക് അഥവാ മഞ്ഞൾ, ബേക്കിംഗ് സോഡ അഥവാ സോഡിയം ബൈകാർബണേറ്റ്, സോഡാക്കാരം, ഷുഗർ അഥവാ പഞ്ചസാര. ഇതിൽ ഏറ്റവും നല്ല സൂചകം എന്നായിട്ട് സ്പൈസി ഇൻഡിക്കേറ്റർ എന്നറിയപ്പെടുന്നത് നമ്മുടെ മഞ്ഞളാണ്. മഞ്ഞൾ യെല്ലോ കളർ ഇൻ ആസിഡ് ആൻഡ് ന്യൂട്രൽ. ആസിഡിലും ന്യൂട്രലിലും, ആസിഡും ന്യൂട്രൽ സൊല്യൂഷൻസിലൊക്കെ നമ്മുടെ യെല്ലോ കളർ ആര് ഫോം ചെയ്യും? മഞ്ഞൾ ഫോം ചെയ്യും. അതിൻ്റെ നിലവിലുള്ള കളറിനെ അത് കോയിൻസൈഡ് ചെയ്ത് പോകും. എന്നാൽ അത് ഒരു ബേസിക് സ്വഭാവത്തിലെ ഒരു സാധനത്തിലേക്ക് പോകുമ്പോൾ, അതായത് ബ്രൈറ്റ് റെഡ് ആയിട്ടാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. ആ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആസിഡിൻ്റെ ബേസിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മഞ്ഞളും ഈ ചുണ്ണാമ്പും കൂടി കലർന്ന് തീരുമ്പോൾ, ചുണ്ണാമ്പിന് ബേസിക് സ്വഭാവമാണ് വളരെ റെഡ് ആയിട്ടുള്ളൊരു ഫോർമേഷൻ, നമുക്ക് റെഡ് കളർ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. Therefore this is option മഞ്ഞൾ ഈസ് ആൻസർ. ചോദ്യം: നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനിലുള്ള ലോഹമാണ്. ദ മെറ്റൽ പ്രസന്റ് ഇൻ ദ ഹീമോഗ്ലോബിൻ ഓഫ് അവർ ബ്ലഡ് ഈസ് സോഡിയം, സിൽവർ, കാൽസ്യം, അയൺ. സോഡിയം നമുക്കൊരു ആറ്റോമിക് നമ്പർ 11 സിമ്പൽ. നാട്രേറ്റ് നിന്നുള്ള എണ്ണയാണ് സിമ്പൽ. സോഡിയത്തിൻ്റെ പ്രത്യേകത സോഡിയം പൊട്ടാസ്യം ഒക്കെ സോഫ്റ്റ് മെറ്റലാണ്, പക്ഷേ അയറിൽ റിയാക്റ്റീവാണ്. ഇത് വായുവുമായിട്ട് പെട്ടെന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന 2 മെറ്റലാണ് സോഡിയവും പൊട്ടാസ്യവും. രണ്ടാമതായിട്ട് വരുന്നത് സിൽവറാണ്. സിൽവർ അർജൻറ്റം Ag, അറ്റോമിക് നമ്പർ 47 എന്നാണ് വരുന്നത്. ഈ സിൽവർ സ്വർണ്ണത്തിൻ്റെ പ്രത്യേകത റിയാക്ടിവിറ്റി കുറഞ്ഞവയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന മെറ്റൽസാണ് സിൽവറും ഗോൾഡും ഒക്കെ. മൂന്നാമത് വരുന്നത് കാൽസ്യം. കാൽസ്യം നമുക്ക് അറ്റോമിക് നമ്പർ 20 ആണ്, സിമ്പൽ Ca ആണ്. കാൽസ്യം നമ്മുടെ എല്ലുകളിലുമായി ബന്ധപ്പെട്ട മെറ്റലാണ്. അതേമാതിരി ഫോസ്ഫറസ് ഉണ്ട് നമ്മുടെ എല്ലുകളിൽ ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ 15 ആണ് ഫോസ്ഫറസിൻ്റെ. കാൽസ്യവും ഫോസ്ഫേറ്റും കൂടിയതാണ് നമ്മുടെ കാൽസ്യം, ഫോസ്ഫറസ്, ഓക്സിജനും ഒക്കെ ചേർന്നാണ് നമ്മളെ പല്ല് എന്ന് പറയുന്നതൊക്കെ. നെക്സ്റ്റ് വരുന്നത് അയണാണ്. അയൺ Fe സിമ്പലാണ്. അറ്റോമിക് നമ്പർ 26 ആണ്. ഫെറം എന്നുള്ള വാക്കിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അയൺ ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ. നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനുള്ള ലോഹം, അതായത് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ലോഹം, പൊതുവെ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്ന ലോഹം. അതേപോലെ തന്നെ ചൊവ്വ എന്നുള്ള ഗ്രഹത്തിൽ ഇഷ്ടം പോലെ അടങ്ങിയിരിക്കുന്ന ലോഹം. ഇരുമ്പിൻ്റെ ഏറ്റവും ഉൾഭാഗത്ത് നിഫെ എന്ന പേരിന് സാധ്യമാകുന്ന കോർണ്, നിഫെ എന്ന പേര് നൽകാൻ സാധ്യമാക്കിയ ലോഹം. അതേപോലെ തന്നെ ചൊവ്വയെ പഴക്കമേറിയ പരുക്കൻ ഗ്രഹം, പോസിൽ ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം, ചുവന്ന ഗ്രഹം എന്നൊക്കെ വിളിക്കാൻ
കാരണമാകുന്ന ലോഹം ഇതൊക്കെ നമ്മുടെ അയേൺ ആണ്. അപ്പോൾ ഹീമോഗ്ലോബിനിലെ ലോഹം അയേൺ ആണ്. നമ്മുടെ ഹരിതകത്തിലെ ലോഹം നമുക്കറിയാം മഗ്നീഷ്യമാണ്. ഹരിതകത്തിലെ ലോഹം അറ്റോമിക് നമ്പർ 12 ആയിട്ടുള്ള. അതേപോലെ തന്നെ ഇൻസുലിൻ അടങ്ങിയ ലോഹം നമ്മുടെ സിങ്ക് ആണ്. ഇൻസുലിൻ അടങ്ങിയ ലോഹം സിങ്ക്. ഇത്രയും മെറ്റൽസിനെ നമ്മളൊന്ന് കൃത്യമായി പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ രാസമാറ്റമല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച് നിൽക്കുന്നത്? കൽക്കരി ജ്വലനം, ജലത്തിന്റെ ബാഷ്പീകരണം. ജലത്തിന്റെ ബാഷ്പീകരണം എന്ന് പറയുമ്പോൾ ജലം തിളപ്പിച്ച് നീരാവിയാകുന്നു എന്നുള്ളതാണ്. നീരാവിയും ഐസും ഒക്കെ ആകുന്നത് ഭൗതിക മാറ്റമാണ്. അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്, കെമിക്കൽ ചേഞ്ച് അല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ദാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏകാത്മക മിശ്രിതം ഏത് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ? എന്താണ് ഒരു ഹോമോജീനിയസ് മിക്സ്ചറിന്റെ പ്രത്യേകത? ഹെട്രോജീനിയസ് മിക്സ്ചർ ടു മിക്സ്ചർ രണ്ട് തരത്തിലുണ്ട്. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ആ മിക്സ്ചറിന്റെ ഏത് സ്ഥലത്തിലുള്ള സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും, എത്ര ചെറിയ സാമ്പിൾ ആണെങ്കിലും എത്ര വലിയ സാമ്പിൾ ആണെങ്കിലും അതിലെ കണ്ടന്റിന്റെ പ്രപ്പോർഷൻ, അതിൻ്റെ മിക്സ്ചറിന്റെ പ്രപ്പോർഷൻ എന്തായിരിക്കണം? കറക്റ്റായിരിക്കണം. അത് എവിടെ നിന്ന് എടുത്താലും ഏത് ഭാഗത്തു നിന്ന് എടുത്താലും അതിൻ്റെ മിക്സ്ചറിലുള്ള കമ്പോണൻസിന്റെ പ്രപ്പോർഷൻ സെയിം ആയാലും അത് ഹോമോജീനിയസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഹോമോ മീൻസ് വാട്ട്? സെയിം എന്നുള്ള അർത്ഥം. അതായത് ഒരേ സ്വഭാവം എല്ലായിടത്തും കാണിക്കുന്നു എന്നാണ്. അതായത് മണ്ണ് എന്ന് പറയുന്നത് എന്ത് കാണിക്കുന്നില്ല? അങ്ങനെ സ്വഭാവം കാണിക്കുന്നില്ല. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അലോയ് ആണ്. അയേണും കാർബണും കൂടിയിട്ട് അലോയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ഏത് പൊസിഷനിൽ എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു മിക്സ്ചറിൻ്റെ പ്രൊപ്പോർഷൻ ക്ലിയർ ആയിരിക്കും. എന്നാൽ പാൽ എന്ന് പറയുമ്പോൾ പാലിൻ്റെ കണ്ടൻറ്റ് ഓരോ സ്പേസിൽ ഓരോ സ്ഥലത്ത് അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പുകയിലും അതേപോലത്തെ ഡസ്റ്റ്, അതേപോലെ പുക എന്ന് പറയുമ്പോൾ ഡസ്റ്റ് ഉണ്ടായിരിക്കും, കുറേ മിക്സ്ചറൊക്കെ അതിലുണ്ടായിരിക്കും, എയർ ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലും നമ്മളുടെ ഈ കണ്ടന്റിന്റെ പ്രൊപ്പോർഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഒരു പ്രൊപ്പോർഷൻ കീപ്പ് ചെയ്യുന്നത് സ്റ്റീൽ മാത്രമാണ്. അതുകൊണ്ട് സ്റ്റീലാണ് ഇതിലെ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർ ബാറ്ററിയിലെ ആസിഡ് ഏത് എന്നാണ് ചോദ്യം. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്, അസറ്റിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്, വിനാഗിരി എന്നാണ് അസറ്റിക് ആസിഡ്, നേർപ്പിച്ച വിനാഗിരിയാണ് അസറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്, HNO3 കൊടുത്തിട്ടുണ്ട്, നൈട്രിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്. നൈട്രിക് ആസിഡ് എന്ന വായുവിൽ പുകയുന്ന ആസിഡ് എന്ന് പേരുള്ള ആസിഡാണ് നൈട്രിക് ആസിഡ്. അടുത്ത് സൾഫ്യൂരിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്, H2SO4. സൾഫ്യൂരിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന് പറയുന്ന അതാണ് സൾഫ്യൂരിക് ആസിഡ്. കാർ ബാറ്ററിയൽ ആസിഡ്, ഇതിൻ്റെ ആൻസർ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് കാണപ്പെടുന്നത് നമ്മുടെ ആമാശയ രസത്തിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആസിഡിനെ പറ്റിയിട്ട് നല്ല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാ ആസിഡിലുമുള്ള മൂലകം എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈഡ്രജനാണ് എല്ലാ ആസിഡിലുള്ള മൂലകം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ആസിഡിനെ പറ്റിയിട്ടൊന്ന് ഡീപ്പായിട്ട് പഠിച്ചു വെക്കണം. ചോദ്യം, പേപ്പർ ക്രോമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വമാണ്. ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി ഈസ് അഡ്സോർഷൻ, അതിശോഷണം, സെൻട്രിഫിക്കേഷൻ, ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ. അപ്പോൾ വാട്ട് ഈസ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി? ക്രോമാറ്റോ മീൻസ് വാട്ട്? നിറം. ക്രോമറ്റോളജി എന്നുള്ള വാക്ക് നിറങ്ങളെ പറ്റിയുള്ള പഠനമാണ്. ക്രോമിയത്തിന് ഈ വാക്കിൽ നിന്നാണ് പേര് കിട്ടിയിരിക്കുന്നത്. ഗ്രാഫി മീൻസ് വാട്ട്? നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ ഒരു ഈ പ്രോപ്പർട്ടിക്ക്, ഈ പ്രവർത്തനത്തിന് നമ്മളെ സഹായിക്കുന്നത് അതിശോഷണമാണ്. എന്താണ് അതിശോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിശോഷണം നമ്മുടെ ശരീരത്തിലേക്ക് 3 വസ്തുക്കൾ പ്രവേശിക്കുന്നു പറഞ്ഞിട്ട്. നമ്മുടെ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ എണ്ണ, ഓയിൽ നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കുന്നു, ഇങ്ക് നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കുന്നു. വെള്ളം ഉടനെ പതിച്ചു കഴിയാൻ തന്നെ അവിടുന്ന് താണ് അത് അവിടെ വല്ലാതെ പറ്റി നിൽക്കാതെ അത് മൂവ് ചെയ്തുകൊണ്ട് ഒലിച്ചിറങ്ങി പോകും. അതേപോലെ ഓയിൽ പതിക്കുകയാണെങ്കിൽ അതിനങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, അത് ശരീരത്തിന് ചേർന്ന് നിൽക്കും. ഇങ്ക് ആണെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് അത് ശരീരത്തിനോട് ചേർത്ത് നിൽക്കും. അതായത് ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവും, ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലും, ഇവിടെ വളരെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലുമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയും അഡ്സോർഷൻ പ്രോപ്പർട്ടി കൂടുതലുള്ളത് നമ്മൾക്ക് ഇവിടെ ഇങ്കിനാണ്. ഓയിലിന് കമ്പാരിറ്റീവ്ലി കുറവാണ്, വെള്ളത്തിന് ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടി കമ്മിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സ്ചറിൽ നമ്മൾ ഒരു ഫിൽട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ട്, നമുക്ക് ഒരു ഫിൽട്ടർ പേപ്പർ നമ്മുടെ മിക്സ്ചറിലേക്ക്, അതായത് ഒരു ദ്രാവകാവസ്ഥയിലുള്ള മിക്സ്ചറിലേക്ക് ഒരു ഫിൽട്ടർ പേപ്പർ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കാപ്പിലറി ഫോഴ്സ് ഉണ്ടെന്നും കേശികത്വം വഴി ഈ ദ്രാവകം അതിൻ്റെ ഫിൽട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കും നമുക്കറിയാം. എന്നാൽ ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും അടിയിൽ അഡ്സോർഷൻ പ്രോപ്പർട്ടി കൂടുതലുള്ള, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലുള്ള വസ്തു കമ്പോണൻറ്റ് ഇവിടെ കുറച്ച് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അതിനേക്കാൾ കുറച്ച് അട്രാക്റ്റീവ് ഫോഴ്സുള്ള അഡ്സോർഷൻ പ്രോപ്പർട്ടി ഉള്ളത് കുറച്ചുകൂടി മൂവ് ചെയ്യും. എന്നാൽ വാട്ടറിനെ പോലെ വളരെ കുറവ്
പ്രോപ്പർട്ടി ഉള്ളത് നേരെ മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഇതിൽ ഓരോ കണ്ടന്റിനെയും നമുക്ക് ഈ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതിനെയാണ് നമ്മൾ പേപ്പർ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അതിന് നമ്മൾ സഹായിക്കുന്നത് അതിശോഷണമാണ്. അപ്പോൾ അടുത്ത് സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. സെൻട്രിഫ്യൂഗേഷൻ നമ്മുടെ മിക്സ്ചറിനെ വേർതിരിക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണ്. അതായത് ഡെൻസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ള രണ്ട് മെറ്റീരിയലിനെ നമ്മൾ കറക്കുമ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ളത് അടിയിലും ഡെൻസിറ്റി മുകളിലും വന്ന് വേർതിരിയും. അതിന് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയാം. ഇവിടെ ആൻസർ അതിശോഷണമാണ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എൻഡോ ഓസ്മോസിസ് ആൻഡ് എക്സോ ഓസ്മോസിസ് ഉണ്ട്. നമ്മുടെ മാങ്ങ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പച്ചവെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ മാങ്ങ എന്ത് ചെയ്യും? ചേർത്ത് വരും. അതായത് മാങ്ങയുടെ ഉള്ളിലേക്ക് വെള്ളം വ്യാപിക്കും. എന്നാൽ ഈ മാങ്ങ ഉപ്പുവെള്ളത്തിലാണ് ഇടുന്നതെങ്കിലോ നേരെ മറിച്ച്, അതായത് വാട്ടറിലാണ് ഇടുന്നതെങ്കിൽ വാട്ടർ ഉള്ളിലേക്ക് പ്രവേശിക്കും. എന്നാൽ സാൾട്ട് വാട്ടറിലാണ് ഉപ്പുവെള്ളത്തിലാണ് ഇടുന്നതെങ്കിലോ ഈ മാങ്ങ ചുളിഞ്ഞ് മാങ്ങയിൽ നിന്നുള്ളിൽ നിന്ന് ജലാംശങ്ങളൊക്കെ പുറത്തേക്ക് വരും. അതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുക. ഡിഫ്യൂഷനും അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉള്ള രണ്ട് മെറ്റീരിയൽസിൻ്റെ വ്യാപനമാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന പേരിലും എന്ന കെമിക്കൽ പ്രോപ്പർട്ടി പറയുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തന സമവാക്യത്തെ സമീകരിക്കുന്നതിനായി അഭികാരങ്ങളോടും ഉൽപ്പന്നങ്ങളോടും ചേർക്കേണ്ട സംഖ്യ എന്താണ്? ദ കോഎഫിഷ്യൻസ് ഓഫ് ബാലൻസിങ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്റ്റ് ഇൻ ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ ആർ N2 + H2 = NH3. നൈട്രജനും ഹൈഡ്രജനും കൂടിച്ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഇക്വേഷനെ നമ്മളോട് ബാലൻസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാലൻസ് ചെയ്യുന്ന പറഞ്ഞാൽ നൈട്രജൻ, ഇവിടെ 2 നൈട്രജനാണുള്ളത്, നമുക്ക് ഇവിടെ 1 നൈട്രജനാണുള്ളത്. അപ്പോൾ നൈട്രജൻ 2 ഇവിടെയുണ്ട്, ഇവിടെ 1 നൈട്രജൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ബാലൻസ് ചെയ്യാൻ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും? 2 എന്ന നമ്പർ കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 നൈട്രജനും ബാലൻസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ അൺബാലൻസ് ചെയ്തത് ആരാണ്? ഇപ്പോൾ അടുത്ത ഒരു കമ്പൗണ്ട് ഒന്നുകൂടി മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ ഇപ്പോൾ അൺബാലൻസ്ഡ് ആയോ ചെക്ക് ചെയ്യണം. ഹൈഡ്രജൻ അൺബാലൻസ്ഡ് ആയി. N2 ഇവിടെ 2H3 വന്നപ്പോൾ 2 × 3 6 വന്നു. അതുകൊണ്ട് ഈ H2ന് നമുക്ക് ബാലൻസ് ചെയ്യണം. H2നെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? യു വാണ്ട് ടു പുട്ട് 3 ഹിയർ. 3 ഇവിടെ കൊടുക്കണം. ദർഫോർ 1 ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. ദർഫോർ 1 3 2 ഈസ് ദ ആൻസർ. ഇതാണ് ബാലൻസിങ്ങിൻ്റെ ഇക്വേഷൻ. ദെൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് ചോദിക്കുന്നുണ്ട്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം Fe ആണോ, അതായത് 26, ഫോസ്ഫറസ് ആണോ, അതോ സോഡിയം ആണോ, ക്രോമിയം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് ഫോസ്ഫറസ് അല്ല, സോഡിയവും പൊട്ടാസ്യവുമാണ്. 2 മെറ്റലാണ് സോഡിയം Na ആൻഡ് K. ഈ 2 മെറ്റലാണ് സോഡിയവും പൊട്ടാസ്യവുമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. എന്നാൽ ഇത് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം, അതായത് സ്ഫോടന സ്വഭാവമുള്ള വെള്ളത്തിലിട്ടാൽ പൊട്ടിത്തെറിക്കുന്ന ലോഹങ്ങൾ കൂടിയാണ് സോഡിയവും പൊട്ടാസ്യവും. സോഡിയവും പൊട്ടാസ്യവും ഒക്കെ സോഫ്റ്റ് മെറ്റൽസ് ആണ്. സോഡിയം പൊട്ടാസ്യം ഒക്കെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആണ്. റിയാക്ടിവിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ്, വായുവുമായിട്ടൊക്കെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവയെ ഇവിടെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. എന്നാൽ വെള്ളത്തിൽ സൂക്ഷിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. വെള്ളത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന ലോഹം ഫോസ്ഫറസ് ആണ്. ക്രോമിയം നമുക്കറിയാം, ക്രോമറ്റോളജി, നേരത്തെ നമ്മൾ പറഞ്ഞു, ക്രോമറ്റോളജി എന്നുള്ള വാക്കിൽ നിന്ന് പേര് കിട്ടിയ ലോഹം കൂടിയാണ് ഈ ക്രോമിയം. 24 ആണ് ഇതിൻ്റെ അറ്റോമിക് നമ്പർ. നിയർ ടു ഇരുമ്പാണ്. ഇരുമ്പിന് 26 ആണ്. 26 ആണ് ഇരുമ്പ്, 24 ആണ് ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. ആധുനിക ആവർത്തന പട്ടികയിൽ 4ാം പീരീഡിൽ എത്ര മൂലകങ്ങൾ ആണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം 2 തരത്തിലുള്ള ആവർത്തന പട്ടികയുണ്ട്. പഴയ രൂപത്തിലുള്ള പട്ടിക, ദാറ്റ് ഈസ് ദിമിത്രി മെൻഡലിയേവ് കണ്ടുപിടിച്ച ആവർത്തന പട്ടികയുണ്ട്. പുതിയ രൂപത്തിലെ പട്ടികയുണ്ട്, മോസ്ലി കണ്ടുപിടിച്ച പുതിയ രൂപത്തിലെ ആവർത്തന പട്ടികയുണ്ട്. അറ്റോമിക നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ രൂപത്തിലെ പട്ടിക. പുതിയ രൂപത്തിലെ പട്ടിക എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം 18 ഗ്രൂപ്പുകളാണ് പുതിയ രൂപത്തിലെ പട്ടികയിൽ. ഈ റൂട്ടിൽ 18 ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ ഇങ്ങനെ എത്ര പീരീഡ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരീഡുകളുടെ എണ്ണം 7 ആണ് പീരീഡുകളുടെ എണ്ണം. എന്നാൽ ബ്ലോക്കുകൾ നമുക്കറിയാം, SPD ട്രാൻസിഷൻ എലിമെൻസിൻ്റെ ഗ്രൂപ്പ്, ആൻഡ് F താഴത്ത് കാറ്റിയോൺ ആൻഡ് ആൻറ്റിയോൺസ്. ഇങ്ങനെ 4 ഗ്രൂപ്പുകളാണ് ആവർത്തന പട്ടികയുള്ളത്. നമ്മുടെ ചോദ്യം ഇവിടെ ഇതാണ്: 4ാം പീരീഡിൽ എത്ര മൂലകങ്ങളുണ്ട് എന്നാണ് ചോദ്യം. 4ാം പീരീഡിനെ ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ പീരീഡിൽ നമുക്കറിയാം ഓൺലി 2 ഹൈഡ്രജൻ ആൻഡ് ഹീലിയം, 2 എണ്ണം മാത്രമേ ഉള്ളൂ. അടുത്ത ഇതിലേക്ക് ലിഥിയം, ഹൈഡ്രജൻ ഹീലിയം ലിഥിയം വരുന്നതോടുകൂടി നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും നമുക്ക് ഏകദേശം 8 എലമെൻറ്റ്സ്, മൊത്തം 8 എലമെൻറ്റ്സ് ഉണ്ട്. 8 എലമെൻറ്റ്സ് ഫോം ചെയ്യും. എന്നാൽ 4ാമത്തെ ഗ്രൂപ്പിലാണ് ഈ ഗ്രൂപ്പ് മൊത്തം ഈ ഫില്ലായിട്ട്, എല്ലാ ഗ്രൂപ്പിലും ഫില്ലായിട്ട് എലമെൻറ്റ്സ്
വരുന്നത്. അതായത് 18 ഗ്രൂപ്പിലും ഫില്ലായിട്ട് എലമെൻറ്റ്സ് വരുന്നു. അതുകൊണ്ട് 4ാമത്തെ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് ചോദിച്ചാൽ ഗ്രൂപ്പ് ഫുള്ള് ഫില്ലായി, ആബ്സെൻസ് അല്ല, ഒരു ഗ്രൂപ്പും ആബ്സെൻ്റ് ഇല്ല. ദെർഫോർ all groups are present there in 4th period. Therefore 18 elements in 4th period of the periodic table. ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൂലകത്തിന്റെ നാമമാണ് ഒരു സ്ഥലത്തിന്റെ പേരറിയപ്പെടുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ദ നെയിം ഓഫ് പ്ലേസ്? നമുക്കറിയാം സോഡിയം, നാട്രിയം എന്ന പേരിലാണ്, അറ്റോമിക് നമ്പർ 11 ആണ്. നെക്സ്റ്റ് അടുത്തത് CF, കാലിഫോർണിയ എന്നുള്ള പേരിൽ നിന്നാണ്. CF എന്നുള്ളത് അറ്റോമിക് നമ്പർ 98 ആണ്. 99ഉം അതേപോലെ തന്നെ ഐൻസ്റ്റീനിയമാണ് 99. അതാണ് ES എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ES കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 100ാമത്തെ മൂലകമായിട്ടുള്ള ഫെർമിയമാണ്. ഈ U എന്നുള്ളൊരു മൂലകമുണ്ട്, യൂറോപ്പിയം എന്ന് പറയുന്ന മൂലകം. അപ്പോൾ ഈ മൂലകങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം. SB എന്ന് പറഞ്ഞ ആൻറ്റിമോണിയാണ്, അറ്റോമിക് നമ്പർ 51 ആണ്. അപ്പോൾ കാലിഫോർണിയ എന്നുള്ള പേര് എന്ന് പറയുന്നത് 98 ആണ്. 98 98ാമത്തെ മൂലകം 99 ഐൻസ്റ്റീനിയമാണ്. അതാണ് ഈ മൂലകം കാണുന്നത്. EU എന്ന് പറയുന്നത് യൂറോപ്യമാണ്, അത് യൂറോപ്പിൻ്റെ പേരിൽ നിന്നാണ് ഉണ്ടായത്. അതേപോലെ തന്നെ 100ാമത്തെ മൂലകം എന്ന് പറയുന്നത് ഫെർമിയമാണ്. ഈ 98, 99, 100 ഈ മൂലകങ്ങൾ ഒരുമിച്ചാണ് നമ്മുടെ അവിടുത്തെ പട്ടികയിൽ അടുത്തടുത്ത് വരുന്നത്. SP എന്ന് പറയുന്നത് ആൻറ്റിമണി 51 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയാം നമുക്ക്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ മൂലകങ്ങളുണ്ട്. ക്രിപ്റ്റോൺ എന്ന് പറഞ്ഞ മൂലകമുണ്ട്, നെപ്റ്റ്യൂണിയം എന്ന് പറഞ്ഞ മൂലകമുണ്ട്, പ്ലൂട്ടോണിയം എന്നുള്ള മൂലകമുണ്ട്, അമേരിക്കാനിയം എന്ന് പറഞ്ഞ മൂലകങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് മൂലകങ്ങൾ വിവിധ വർണ്ണങ്ങളും ബന്ധപ്പെട്ട് നമ്മൾ ക്രോമറ്റോളജിയുമായി ബന്ധപ്പെട്ട് ക്രോമിയം എന്നുള്ള മൂലകം പറഞ്ഞു. അങ്ങനെ സൂര്യനുമായി ബന്ധപ്പെട്ട ഹീലിയം മൂലകമുണ്ട്. ഒരുപാട് മൂലകങ്ങളുണ്ട് പേരുമായിട്ട് വളരെ വ്യത്യസ്തത പുലർത്തുന്ന മൂലകങ്ങൾ, അവയൊന്ന് പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ: സോഡിയം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും അടങ്ങിയ മിശ്രിതത്തിൽ നിന്നും അമോണിയം ക്ലോറൈഡിനെ വേർതിരിക്കുന്ന പ്രക്രിയ എന്താണ് ചോദിക്കുന്നത്? സോഡിയം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും അടങ്ങിയ മിശ്രിതത്തിൽ നിന്ന്, അതായത് ഇത്തരം മിശ്രിതങ്ങളിൽ നമ്മുടെ തിളനീരിൽ ചെറിയ വ്യത്യാസമുള്ള മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്, സ്വേദനം എന്ന് പറയുന്നത്. അതായത് തിളനീര് വ്യത്യാസമുള്ള ഈ കമ്പോണൻറ്റുകൾ ചൂടാക്കുമ്പോൾ തിളനീര് വ്യത്യാസമുള്ള ആയതുകൊണ്ട് അവ വ്യത്യസ്ത അവസരങ്ങളിലാണ് വേപ്പറൈസേഷൻ സംഭവിക്കുക. അതുകൊണ്ട് അങ്ങനെ വേപ്പറൈസേഷൻ സംഭവിക്കുന്നവയെ നമുക്ക് പിന്നീട് മറ്റൊരു സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. അതിനെയാണ് നമ്മൾ സ്വേദനം എന്ന് പറയുന്നത്. അപ്പോൾ ഹാൻഡ് പിക്കിംഗ് അല്ല. ഉത്പാദനം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന കർപ്പൂരം, നാഫ്തലിൻ, അതായത് ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലേക്ക്, അതായത് ദ്രാവകാവസ്ഥയിലാവാതെ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകുന്നതാണ് സബ്ലിമേഷൻ അഥവാ ഉൽപ്പതനം എന്ന് പറയുന്നത്. ഈ സ്വഭാവമുള്ള പദാർത്ഥങ്ങളെ നമുക്ക് ഈ ഉൽപ്പതനം ഉപയോഗിച്ചുകൊണ്ടും സബ്ലിമേഷൻ ഉപയോഗിച്ചുകൊണ്ടും വേർതിരിച്ചെടുക്കാൻ കഴിയും. ഹരിച്ചെടുക്കൽ അല്ല, ഇവിടെ നമ്മുടെ ആൻസർ സ്വേദനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: സാധാരണ നിലയിൽ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം മെർക്കുറി ആണ് സാധാരണ നിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം. Hg എന്നുള്ള സിമ്പിളാണ് മെർക്കുറിക്ക്. നമുക്ക് ഹീലിയം അറിയാം, അറ്റോമിക് നമ്പർ 2 ആയിട്ടുള്ളത് സൂര്യൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹീലിയം. മെർക്കുറിയാണ് നമ്മൾ ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നു, അസാധാരണ ലോഹം എന്നൊക്കെ പറയപ്പെടുന്നത് മെർക്കുറിയാണ്. ബ്രോമിൻ എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം പറയുമ്പോൾ മെർക്കുറി, അലോഹം പറയുമ്പോൾ നോൺ മെറ്റൽ. ദ്രാവകാവസ്ഥയിൽ ചോദ്യം ഇങ്ങനെ: സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ നിന്ന് അലോഹം എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ബ്രോമിൻ ആണ് ആൻസർ. നന്ദി. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.